ബംഗളൂരുവിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ ട്വിസ്റ്റ്. എയർഫോഴ്സ് വിംഗ് കമാൻഡർ ഷീലാദിത്യ ബോസിനെ സ്കൂട്ടർ യാത്രികൻ മർദ്ദിച്ചുവെന്നായിരുന്നു ഉയർന്ന പരാതി. എന്നാൽ സ്കൂട്ടർ യാത്രികനായ വികാസിനെ വിംഗ് കമാൻഡർ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇത് കേസിൽ വഴിത്തിരിവായി. സംഭവത്തിൽ വിംഗ് കമാൻഡർ ബോസിനെതിരെ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ആദ്യം പുറത്തുവന്ന പരാതി ഈ എയർഫോഴ്സ് വിംഗ് കമാൻഡറെ ഒരു സ്കൂട്ടർ യാത്രികൻ മർദ്ദിച്ചുവെന്നായിരുന്നു. പക്ഷെ അതിനുശേഷം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നു. ഈ മർദ്ദനത്തിനുള്ള കാരണം എന്താണ്? പ്രകോപനം എന്താണ്? ടോം, ഇതിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ ഈ വാർത്ത വന്ന സമയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. വിംഗ് കമാൻഡർക്ക് നേരെയും ഭാര്യയ്ക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ വിംഗ് കമാൻഡറുടെ നെറ്റിയിൽ മുറിവുണ്ടാവുകയും അതിൽ നിന്ന് രക്തം വാർന്ന് ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എങ്ങനെ ഈ ഓൺലൈൻ ഡെലിവറി ബോയ് ആയ ഈ ബൈക്ക് യാത്രികൻ ആക്രമിച്ചു എന്ന രീതിയിലായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ആ സംഭവം അങ്ങനെയല്ല. ആദ്യം ആക്രമണം നടത്തിയത് വിംഗ് കമാൻഡറായ ശൈലാദിത്യനാഥാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ വഴിയിൽ ഇയാളുടെ കാർ, ശൈലാദിത്യനാഥിന്റെ കാർ ഉണ്ടായിരുന്നു. ഇത് സ്കൂട്ടർ യാത്രികന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയപ്പോൾ ഇത് ചോദ്യം ചെയ്തു. ഇതിനാണ് ഈ ആക്രമണം തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതായത് ഇപ്പോൾ ഈ ഓൺലൈൻ ഡെലിവറി ബോയുടെ വികാസ് കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് തന്റെ വഴിയിൽ ഒരു കാർ വന്ന് നിർത്തിയിരുന്നു. ഇത് ആരുടെ എന്ന ചോദ്യത്തിന് ഇയാൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അസഭ്യം പറയുകയായിരുന്നു. പിന്നീട് കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അതിനുശേഷം വലിയ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി തടയാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന താക്കോൽ വിംഗ് കമാൻഡറുടെ നെറ്റിയിൽ തട്ടുകയും പിന്നീട് മുറിവുണ്ടാവുകയും ചെയ്തു എന്നാണ് ഇയാളുടെ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഇന്നലെ ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ദൃശ്യങ്ങളിൽ പുറത്തു വന്നത് ഈ വിംഗ് കമാൻഡർക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ, അതായത് വിംഗ് കമാൻഡറുടെ നെറ്റിയിൽ നിന്ന് ചോരയൊലിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വ്യോമ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ വന്നത്. പക്ഷേ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായി പുറത്തു വന്നിട്ടുള്ളത്. സമീപത്തെ കടകളിൽ നിന്നും മറ്റുമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായി തന്നെ ആക്രമണം തുടങ്ങുന്നത് ഈ ശൈലാദിത്യനാഥാണ് എന്ന് കൃത്യമായി കാണാം. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ മധുമിത ഈ സമീപത്ത് ഉള്ളവരെ വഴക്ക് പറയുന്നതും ഈ ആക്രമണത്തിന് ഒപ്പം നിൽക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇരുവരും തമ്മിൽ ആക്രമണം ഉണ്ടായിട്ട് തമ്മിൽ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ ആക്രമണം തുടങ്ങിയത് വിംഗ് കമാൻഡറാണ്. ഒപ്പം തന്നെ ഇയാൾ നേരത്തെ അസഭ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ആക്രമണം തുടങ്ങിയത് ഇയാളാണ്. പിന്നീട് ചെറുത്തുനിൽപ്പിന് വേണ്ടി ഈ മർദ്ദിച്ച യുവാവ് നല്ല രീതിയിൽ വിംഗ് കമാൻഡറെയും തിരിച്ചു മർദ്ദിച്ചു. അങ്ങനെ ഇരുവരും തമ്മിൽ മർദ്ദനം ഉണ്ടായി എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഷംന, എന്തായാലും പോലീസ് ഈ വിംഗ് കമാൻഡർക്കെതിരെ, ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്ന, ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതല്ലേ? എയർഫോഴ്സിനെ പോലീസ് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ? ടോം, അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ പരാതിയിൽ, വിംഗ് കമാൻഡറുടെ ആദ്യത്തെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അതായത് താൻ കന്നഡക്കാരനല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ആക്രമണം തുടങ്ങിയത് എന്നായിരുന്നു. തന്റെ വണ്ടി ഹരിയാന രജിസ്ട്രേഷനാണ്. ഇത് കണ്ട് തന്നെ താൻ കന്നഡക്കാരനല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അങ്ങനെ ഒരു ആക്രമണമാണ് തനിക്കെതിരെ ഉണ്ടായത് എന്നായിരുന്നു പരാതി. അതിൽ കൂടി ഇപ്പോൾ വ്യക്തത വരികയാണ്. ഈ വികാസ് കുമാറിന്റെയും അമ്മയുടെയും പരാതി അനുസരിച്ച് ഈ അത്തരമൊരു സംഭാഷണമോ ഇരുവരും തമ്മിൽ നടന്നിട്ടില്ല. പകരം ഈ വഴിയിൽ കാർ പാർക്ക് ചെയ്തത് സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആക്രമണം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇത് ഇനി മറ്റ് തലങ്ങളിലേക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുള്ളത്. കേട്ടോ, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിലാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റ സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ്.